ലിജോ പാസ്റ്റർ മുന്നോട്ട് കടന്നുവന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കായ നമ്മുടെ കണ്ണുകളെ ദിവസം ഞങ്ങളത് വത്സരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായി നല്ല സായംസതയ്ക്കായി ഞങ്ങൾക്ക് നന്ദി കരയിച്ചത് കർത്താവേ. സമൂഹമായ പകൽപ്പെട്ട കാലം ഇടയിലോട്ട് കടന്നുപോയപ്പോൾ അടികളായിരുന്ന യാത്രയ്ക്ക് കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരുന്നു. ജീവിതയാത്രയിൽ ജീവനെ പറ്റിക്ക് ആവശ്യമായുള്ളതെല്ലാം ദൈവം നൽകി നിങ്ങളെ മാനിച്ച് സ്നേഹിച്ച് കരുതിയ നിങ്ങളുടെ കൃപകളെ ഓർത്ത് ഈ രാത്രി നന്ദി കരയിച്ചത് കർത്താവേ. ഒരു വർഷക്കാലം BMCC ആയി ദൈവം നിങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവേ. അനേകപരമായ പ്രോഗ്രാംസ് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ഒരുക്കിയ അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം വിജയകരമായി ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം അവർക്ക് നൽകിയ കൃപകളെ താലന്തുകളെ ഓർത്ത് നന്ദി കരയറ്റുന്ന കർത്താവേ. ഈ രാത്രി ക്രിസ്മസ് ഗെറ്റ് ടുഗദറായിട്ട് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ രാത്രി എല്ലാ പ്രോഗ്രാംസും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാട്ടുകൾ പാടുവാൻ കൊയറിനെ ദൈവം ഇടയാക്കണമേ. ആത്മാവിൽ നിറഞ്ഞു പാടുവാൻ തക്കവണ്ണം ദൈവം വരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചന ശുശ്രൂഷയായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അടിയങ്ങൾക്ക് ആവശ്യമായ ആത്മീക ദൂതുകൾ നൽകുവാൻ ദൈവം കർത്താവേ പ്രിയപ്പെട്ട ദൈവദാസനെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രോഗ്രാംസുകളും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും കടന്നു വരുവാൻ ദൈവം സഹായിക്കണം കർത്താവേ. കാലാവസ്ഥ അനുകൂലമാക്കി മാറ്റുവാൻ ദൈവം കരുണ കാണിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ആദ്യോടൊന്ന് തിരുസാന്നിധ്യം കൊണ്ടിരിക്കണം. ഏറിയ ദൈവകൃപ അനുഭവിച്ചറിയുവാൻ, ഏറിയ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ഈ രാത്രിയിൽ ദൈവനാമം മാത്രം ഉയർത്തപ്പെടുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. മാനവ മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം വഴി നടത്തി സർവ്വമാനവ മഹത്വവും യേശുവിനെ അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്തുതിയും പുകഴ്ചയും ബഹുമാനവും രാജാവിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സന്നിധിയിൽ ഞാൻ ഇന്നോ കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാൻ ഇന്നോ കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാൻ ഇന്നോ കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാൻ ഇന്നോ കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തുതി, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയ
വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹമാഗാധമേ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹമാഗാധമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഒരു ഗാനം കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.
പ്രൈസ് ലോർഡ്. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിൽ ഏക ആശ്രയമേ, ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്ക് എത്ര ആനന്ദം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനം ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ൽ അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനാ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിച്ചും, അവൻ എന്നെ ശിക്ഷിച്ചും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിച്ചും, അവൻ എന്നെ ശിക്ഷിച്ചും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം,
എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്ക് എത്ര ആനന്ദം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവിനെ മഹത്വം. നമുക്കെല്ലാവർക്കും ചേർന്ന് 150 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. സാംസ് 150, 150 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ചേർന്ന് വായിക്കുന്നൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. BMCC ആയിട്ട് വീണ്ടും കടന്നു നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത്. നാം പലപ്പോഴും വായിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്നുള്ള രീതിയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്കവനെ സ്തുതിക്കുവാനായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നും നമുക്ക് പാട്ടിൽ കൂടെയും കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സ്തുതിക്കുവാനായിട്ട് നമ്മെ ഇന്ന് കൂട്ടുവരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും നാം മൗനമായിരിക്കാതെ നമുക്കൊരു നിമിഷം നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. അല്ലയോ കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്കവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ വരുവാനോ അവൻ്റെ നാമം നമ്മുടെ നാവിലെടുക്കുവാനോ ഒരു യോഗ്യതയും നമ്മുടെ ജീവിതത്തിലില്ലായിരുന്നു. എന്നാൽ അവൻ നമ്മളെ തേടി ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരവും പേറിക്കൊണ്ടവൻ ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നതുകൊണ്ട് നാം ഇന്ന് ഭാഗ്യമുള്ള ജനമായ അവൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട്, അല്ലയോ കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്കവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവനെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങൾ താഴോട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. എന്താണ് വീര്യപ്രവൃത്തി? അവൻ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. അവൻ നമുക്ക് വേണ്ടി അവസാനത്തൊരു രക്തം വരെയും ഒഴുക്കി. അവൻ്റെ കൈകാലുകൾ ആണികളാൽ തളയ്ക്കപ്പെട്ടു. അവൻ്റെ മുഖം തുപ്പലിനും നിന്ദയ്ക്കും മറച്ചില്ല എന്ന് വായിക്കുന്നു. നമുക്ക് വേണ്ടി ചെയ്ത ആ വൻ കാര്യങ്ങളെ ഓർത്ത് നമുക്കൊരു നിമിഷം നമ്മുടെ കർത്താവിന് നന്ദി കരയേറ്റാം. അല്ലയോ കർത്താവ്, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് BMCC ആയിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരേ ഹൃദയത്തോടു കൂടി നമുക്ക് അവനെ സ്തുതിക്കാം. കർത്താവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വീര്യപ്രവൃത്തികൾ എത്രയോ വലുതാണ്. കർത്താവെ, നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറയാം. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അവൻ നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്കവനെ വീണ്ടും നന്ദിയോടുകൂടി അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പഴയകാല ജീവിതങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ജീവനില്ലാതെ പാളയത്തിന് പുറത്ത് അന്യം വിളിച്ചു കിടന്നവരായിരുന്നു, പാപികളും ദോഷികളുമായിരുന്നു. എന്നാൽ നമ്മളെ അവൻ സ്നേഹിച്ചതുകൊണ്ട്, അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്തതുകൊണ്ട് നാം ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടമപ്പെട്ടിരിക്കുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്: ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ള ദേശത്ത് ജീവനുള്ള നമ്മെ, നമ്മുടെ ജീവനുള്ള കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ കൂട്ടുവരുത്തിയിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം, എല്ലാവർക്കും ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അല്ലയോ കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ എനിക്ക് വേണ്ടി
വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്കവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവമേ, ഞങ്ങൾക്കിന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന കർത്താവേ, അങ്ങയോട് അപേക്ഷിക്കുന്നതിനും അങ്ങയെ സ്തുതിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനുമൊക്കെയും അവസരം നൽകിയ ഈ അവസരത്തിനായി ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മക്കളെന്നുള്ള ആ ഭാഗ്യ പദവിയോടുകൂടിയാണല്ലോ കർത്താവെ കടന്നു വന്നിരിക്കുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യർ ഭാഗ്യവാൻ. യഹോവയെ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യരും ഭാഗ്യവാൻ. കർത്താവെ, ഇന്ന് പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന ഈ വലിയ സാവകാശത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, ആകാശത്തെ സൃഷ്ടിച്ചു ഇരിക്കുകയും ഭൂമിയിൽ ഉൽപ്പന്നങ്ങളെ പരത്തുകയും അതിലെ ജലത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനം നൽകിയ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. പിതാദൈവമേ, ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ നീതിയും ന്യായവും ഒന്നുമില്ലാതെ കർത്താവെ, ഞങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ നീതിമാന്മാരാക്കി അങ്ങയുടെ സന്നിധിയിൽ ആത്മാവിൻ്റെ ഇടയനും അധ്യക്ഷനും ആയെങ്കിലേക്ക് കൂട്ടിവരുക്കി മടക്കി വരുത്തിയിരിക്കാൻ നാഥ, ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ എത്രയോ ഭാഗ്യമുള്ള ഒരു ജനതയാണ് കർത്താവെ, അതോർത്ത് ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കും. കർത്താവ്, ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ കർത്താവെ. അതാണല്ലോ ഞങ്ങളുടെ ജീവൻ്റെ ഫലം. അതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങളിലേക്ക് കർത്താവെ അങ്ങ് പകർന്നുവന്ന ജീവൻ ആ കാൽവരിക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെടിഞ്ഞ് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് രാജാതിരാജാവായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതോടൊപ്പം ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പകർന്നു വന്ന നാഥ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നെടുമ്പാട് വീണുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്, അങ്ങയെ സ്തുതിക്കുകയാണ്, അങ്ങയെ ആരാധിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ വായിക്കുന്നതും അങ്ങനെയാണല്ലോ, ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദി ലോർഡ്. പിതാവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. ഇന്ന് നടക്കേണ്ടുന്ന ഓരോ ശുശ്രൂഷകളും കർത്താവെ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ആ പരിപൂർണ്ണ ശക്തിയോടും ബലത്തോടും കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേക്ക് പ്രസാദമുള്ളവരായി സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നുവല്ലോ നാഥ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. എല്ലാം ക്രിസ്തു യേശു മുഖാന്തരം പിതാവെ താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധവും വലിയതുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹ്റിൻ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ്റെ 2025 ക്രിസ്മസ് ഗെറ്റ് ടുഗദറിനായിട്ട് ഈ സന്ധ്യാസമയം ഈ ആലയത്തിൽ ഒരുമിച്ച് നമുക്കായിരിക്കാൻ തക്കോണം വലിയവനായത് വിടിയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ആഹ്ലാദം പകരേണ്ട ഒരു സംഭവമാണ്. അങ്ങനെയാണ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായിട്ടാണ് ദൂതന്മാർ അതിനെ അവതരിപ്പിക്കുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ഈ സർവ്വജനത്തിനുമുള്ള സന്തോഷം എത്ര പേര് യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം, അങ്ങനെ അനുഭവിക്കുന്നവർ ഒരു ന്യൂനപക്ഷം മാത്രമാണ്. ലോകത്തിലെ ജനസംഖ്യയുടെ 1% ആ രീതിയിൽ ആ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഇരിക്കുന്നവരെങ്കിലും അത് അനുഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയും അങ്ങനെയല്ല എങ്കിൽ ഇന്ന് രാത്രികാലം ആ രീതിയിൽ ദൈവത്തിൻ്റെ മഹാസന്തോഷം അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയ ജോൺസൺ ആരാധനാമധ്യേ ഓർപ്പിച്ചതുപോലെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവസന്നിധിയിൽ അടുത്ത് വരണം. ആ സന്തോഷം എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മീറ്റിംഗ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളൊരു ക്രിസ്മസ്
ഡിസംബർ 25 ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ തെളിവൊന്നുമില്ല. എന്നാൽ ദീർഘവർഷങ്ങളായിട്ട് ഡിസംബറിലും ജാനുവരിയിലും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിൽ ക്രിസ്തു ജനിച്ചതെന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതെനിക്ക് യാതൊരു സംശയവുമില്ല. ക്രിസ്തു ജനിച്ചു, എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണെന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഇന്നൊരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് നമുക്ക് തരുന്ന സന്തോഷം ഏറ്റവും അത്യുന്നതമായിരിക്കണം. ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നുള്ളതും നാം ഓർക്കുക. അതാണ് BMCC കഴിഞ്ഞ 68 വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത്, ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട്. ആ രീതിയിലാണ് വിവിധ പ്രോഗ്രാം ഈ ഒരു വർഷക്കാലം ക്രമീകരിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. അതിൻ്റെ സമാപ്തിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമിനായിട്ടാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ദൈവം എന്ന് വെച്ചാൽ ശനിയാഴ്ച അതിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുകയാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈ കുടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ചെയ്ത് ഒരുപാട് സമയം കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് എനിക്ക് ഇപ്പോൾ ശുശ്രൂഷകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ശുശ്രൂഷകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരേണ്ടത് നമ്മെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കുകയും, അതുമാത്രമല്ല ഈ രാജ്യത്തെ ഓർത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തില്ലാത്തതായ ഒരു സ്വാതന്ത്ര്യം നമുക്കറിയാം. ഇന്ന് എവിടെ നോക്കിയാലും ചുവന്ന ഉടുപ്പും ചുവന്ന തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ക്രിസ്മസ് പാടുന്ന എല്ലാ ഗള്ളിയിലും കാണാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഗ്രൂപ്പ് അവിടെ വന്നിരിക്കും. ഈ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. വിശേഷിച്ച് നോർത്ത് ഇന്ത്യയുടെ സ്ഥലത്തൊക്കെ ഇന്നും ആളുകളെ പിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 15 പേരെ ആരാധനാ സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോയതായിട്ട് റിപ്പോർട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ വലുതാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ചുമപ്പിന് ഈ രാജ്യത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കാനും മോഹത്വപ്പെടുത്തുവാനും രാത്രിയിലൊക്കെ തമ്പേരടിച്ച് ഈ പ്രദേശത്തൂടെ നടന്ന് ക്രിസ്മസ് ഗാനങ്ങൾ പാടുവാൻ, അതിൻ്റെ ഈ ഔചിത്യമല്ല അതിൻ്റെ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും എന്നോട് ചോദിക്കരുത്. എന്നാൽ ഇത് ഇങ്ങനെ ചെയ്യുവാൻ, കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണെന്ന് ഭവനങ്ങളിൽ ചെന്ന് പാടുവാൻ, ഞങ്ങൾ സർവീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വീട്ടിൽ പാടാനായിട്ട് ചെല്ലുമ്പോൾ അടുത്തുള്ളൊരു മറ്റ് ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയും, എൻ്റെ വീട്ടിലൊന്ന് പാടണേ എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോയി ഒരു പാട്ട് പാടി, കർത്താവ് എനിക്ക് നമുക്ക് വേണ്ടി ജനിച്ചു എന്ന് പറഞ്ഞ് ഒരു വാക്യവും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുമ്പോൾ എത്രയോ സന്തോഷമാണ്. ഒരുപക്ഷെ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സമയത്ത് കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീരുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാറിക്കിട്ടുമെന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ക്രിസ്തീയ സമൂഹത്തിന് ഇടയായി തീരട്ടെ. അതിനുള്ള സമാധാനവും അതിനുള്ള ധൈര്യവും ദൈവകൃപയെ എല്ലാവർക്കും നൽകി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യാം. തുടർന്നുള്ള പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് BMCC കൊയർ ഇപ്പോൾ ഗാനങ്ങൾ ആരംഭിക്കുന്നതായി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് BMCC കൊയർ 2 ഗാനങ്ങളാണ് ഇവിടെ ആലപിക്കാനായിട്ട് പോകുന്നത്. നാം തിരുവചനത്തിൽ വായിക്കുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ ഗാനത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് പാട്ടുകാരൻ ചോദിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ മുഴുവനും ചോദ്യങ്ങൾ ഈ പാട്ടുകാരൻ ഈ ഗാനത്തിലൂടെ ചോദിക്കുകയാണ്. കരകവിഞ്ഞൊഴുകുന്ന ആ കരുണയുടെ കരങ്ങൾ ഭൂമിയിൽ ആരുടേതാണ്? ആകുലമാകുന്ന ഈ ലോക ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും തരുന്നത് ആരാണ്? പ്രാർത്ഥന കേൾക്കുകയും അനുഗ്രഹവും നൽകുകയും ചെയ്യുന്ന ആ ദാനങ്ങൾ ആരുടേതാണ്? ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ മനുഷ്യൻ മകനായി ജനിച്ച ആ ജീവിതം ആരുടേതാണ്? ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. കാൽവറിയിൽ നമുക്ക് ആ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, പാട്ടുകാരൻ മറ്റൊരു ചോദ്യം കൂടെ നമ്മോട് ചോദിക്കുന്നു, എൻ മനമേ നീ പറയൂ, നിന്റെ ജീവൻ്റെ ജീവൻ ആരാണ്? ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ആ ചോദ്യം ഉയരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവൻ്റെ ജീവൻ ആരാണ്? ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? പ്രാർത്ഥന കേൾക്കും അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്? കാൽവരി മലയിൽ നിന്നും ഒഴുകി വരും രുതിരത്തിൽ രോദനമാരുടേത്? ലാ 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 ലാ. എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? La 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 la. സുരസുഖമഖിലം മനുജനു ചൊരിയും ദാനങ്ങളാരുടേത്? ബേഥലഹേം പുൽക്കൂട്ടിൽ മാനുജരിൻ മകനായി ജീവിതമാരുടേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്? ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത്? രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈതലിൻ്റെയും ജീവിതത്തിലെ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ളത്.
വാനവും ഭൂമിയും ഒക്കെയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് വരുവാനായിട്ട്, കാഹളം ധ്വനിക്കുവാനായിട്ട് അധികം സമയമില്ല. നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും സകലതും മാറുന്ന ആ നല്ല സുദിനത്തിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം. ആ നിലയിലുള്ള ഒരു പ്രത്യാശ ഗാനമാണ് അടുത്തതായിട്ട് ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നത്. വിണ്ണിലെൻ്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്ക് തന്നവൻ നീ മാത്രമേ. പിന്നിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. പിന്നിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്ന എത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ. യേശുനാഥൻ വരവിനായി കാഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തു പാടിടും. ആ നിരയിൽ അന്നു നിന്ന് ശുദ്ധരൊത്തു വാട്ടിടുന്നതെത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കു തന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ. കഷ്ടസങ്കടങ്ങളില്ല, കണ്ണുനീർ വിലാപമിൽ, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നാം വാഴ്ത്തിടുന്ന എത്ര ഭാഗ്യമേ, ആ എത്ര ഭാഗ്യമേ.
വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കുതന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. പിന്നിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കുതന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. പെണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്ന് വാക്കുതന്നവൻ നീ മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. അനുഗ്രഹിക്കപ്പെട്ടതായ 2 ഗാനങ്ങൾ നമ്മുടെ കൊയർ പാടി കേൾക്കുവാൻ തക്ക ഇടയായിത്തീർന്നല്ലോ. കരകവിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയും വെണ്ണിൽ വീടൊരുക്കി വീണ്ടും വരുന്നവനായ കർത്താവിനെ പറ്റിയും പാടിയത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണർത്തുവാൻ തക്കോണം ഇടയായിത്തീരട്ടെ. ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം വലിയവനായ ദൈവം ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൊയറിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കൊയറിൻ്റെ പാട്ട് മോശമായി പോയെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? കയ്യിൽ കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടൊന്ന് ഉത്സാഹിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഇത്രയും ദിവസം ആകെ 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് വന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനം ആവശ്യമാണ്. ഇനി 2-3 പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. എപ്പോഴെപ്പോഴും ഇങ്ങനെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ ഉത്സാഹിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒക്കെ നടന്ന പ്രോഗ്രാമാണ്. ആത്മാർത്ഥമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ മാത്രമേ തുടർന്ന് അവർക്ക് പ്രോഗ്രാം നടത്താനുള്ള പ്രചോദനമാകത്തുള്ളൂ. അടുത്തതായിട്ട് മാസ്റ്റർ ഇവാൻ തോമസ് സിജോ ഒരു സോളോ പാടുന്നതായിരിക്കും. അദ്ദേഹം പാടുന്നത് ഹീബ്രു ലാംഗ്വേജിലാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ പാടി സമ്മറി പറയുമോ എന്ന് എനിക്കറിയത്തില്ല. സാധ്യത. ഓക്കെ. Praise the Lord. Huwashallo asakan mashallo ela masarato beakulano ai voya vekadvata kolito imano imitano miamoneteno miafideru mea matta mashiach gloa manetenu atanim himmeno shenitiro etroya tittavire avatali gloa manetenu atanim himmeno shenitiro ve royati tuturvava halohi huwashallo azdagan mashallo ela masdanato beakulano aivoya vikadvata kolito imeno imitanu miamoneteo biaffideru mea matta mashiach gloa manatenu atanim himmeno sheditiro etroya tittavire beavatali gloa manatenu atanim himmeno sheditiro ve royati tuturveava halohi gloa manatenu atanim himmeno sheditiro etroya tittavire beavatali gloa manatenu atanim himmeno sheditiro ve royati tuturveava halohi. Thank you. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഈ രീതിയിൽ വിവിധ താലന്തുകൾ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് നമുക്ക് ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാനുള്ള സാവകാശമാണ് ഇന്ന് വചനവുമായിട്ട് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. അത്യപൂർവമായിട്ടാണ് പെരുമ്പാവൂരുകാരാരെങ്കിലും ഇവിടെ കടന്നു വരുന്നത്. ഈ വർഷം ദൈവം 2 പേര് വന്നു.
അതിൽ രണ്ടാമത്തെ ആളാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായിട്ട് പെരുമ്പാവൂരിലും പ്രാന്തപ്രദേശങ്ങളും സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. IPC സഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും കുടുംബം ഇവിടെയുണ്ട്. സജി നമ്മുടെ പഴയ ഒരു കമ്മിറ്റി മെമ്പറായിരുന്നു. സജി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാം സജി, ഞാനെപ്പോഴും സജീതാണ് വിളിക്കുക, സാം സജി. പ്രത്യേകമായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു മകനാണ് സാം. ആ രീതിയിൽ പെരുമ്പാവൂർ വന്ന് വചനം പഠിച്ച് പെരുമ്പാവൂരിനെ ശുശ്രൂഷിപ്പാൻ തീരുമാനിച്ച കർത്താവിൻ്റെ ദാസനെ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സജി മാത്യു. കുറുപ്പുംപടി ഞങ്ങളുടെ അവിടുന്ന് ഒരല്പം ദൂരം, 2 കിലോമീറ്റർ അപ്പുറം താമസിച്ച് പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുക. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. BMCCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബ്രദർ ജോസ് കെ ജോൺ, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠ കർത്തുദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും സദ്യ വന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് കുടുംബമായിട്ട് എൻ്റെ മൂത്ത മകൻ സാം സജിയും കുടുംബമായിട്ട് എൻ്റെ വൈഫ് ഒരുമിച്ച് ഇങ്ങനെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാനും എന്നെ ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളുടെ പ്രാരംഭത്തിൽ നന്ദി പറയുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് അറിയുന്നത് പ്രിയ ജോസ് ബ്രദർ പെരുമ്പാവൂരുകാരനാണെന്ന്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞ പെരുമ്പാവൂരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മീയ ബന്ധം ലഭിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ലഭിച്ച സമയത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ആലോചന നിങ്ങളുമായി പങ്കുവച്ച് ദൈവസന്നിധിയിലിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 34-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം നാം വായിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഈ രാജ്യത്ത് ഉയർത്തുവാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നമ്മുടെ കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം 150-ാം സങ്കീർത്തനം 6 വാക്യമുണ്ട്. എന്നാൽ അതിനകത്ത് 13 പ്രാവശ്യം യഹോവയെ സ്തുതിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നാം ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത് ചോദിച്ചാൽ, സ്തുതിക്കുവാൻ യാതൊരു യോഗ്യതയില്ലാത്ത സ്ഥാനത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് അവൻ്റെ മക്കളാക്കി തീർത്തതിൽ സന്തോഷമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. 133-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇവിടെ ഏതാണ്ട് 6 പതിറ്റാണ്ടിന് മുമ്പ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഇവിടെ ഉയർത്തുവാനൊക്കെ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ശക്തിയായി മുമ്പോട്ട് നയിപ്പാൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കർത്താവ് ഭാഗ്യം നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കീ വേർഡെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷം 3:16 ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 16 നമുക്കെല്ലാവർക്കും കാണാപ്പാടമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. നമുക്ക് ലഭിച്ച ഏറ്റവും വലുത് എന്താ? വീടല്ല, ജോലിയല്ല, വണ്ടിയല്ല, കാറല്ല, ഹല്ലേലൂയ സ്തോത്രം, ഒന്നുമല്ല. പിന്നെയോ നമുക്ക് നിത്യജീവൻ അവകാശികളായി തീർന്നു എന്ന് ബോധ്യമുള്ളവർ കരമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യോഹന്നാൻ സുവിശേഷത്തിൽ അത് പറഞ്ഞെങ്കിൽ ലേഖനത്തിലേക്ക് വന്നപ്പോൾ അതിനൊരു ഡെഫിനിഷൻ തരുന്നുണ്ട്. ആ നിത്യജീവനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:20 പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ക്രിസ്മസ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഈ ലോകത്ത് എന്തില്ല? സമാധാനമില്ല.
സമാധാനം നൽകുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസ് ലോർഡ്, പണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഒരു പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ലോർഡ് സ്തോത്രം, 1000 പുൽക്കൂട്ടിൽ യേശു ജനിച്ചാലോ നിന്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചെന്ന് ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിക്കണം. നിത്യജീവനെക്കുറിച്ച് ഒരിക്കൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു ന്യായശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്കൊരാഗ്രഹമുണ്ട്, ഈ നിത്യജീവനെ അവകാശമാക്കാൻ എങ്ങനെ കഴിയുമെന്നൊരു ചോദിച്ചു. ഒന്ന് ദയവായിട്ടൊന്ന് എടുത്താട്ടെ എല്ലാവരും. പ്രൈസ് ലോർഡ് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ ഉള്ള വേദഭാഗത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. 25 മുതൽ പ്രൈസ് ലോർഡ് സ്തോത്രം നമുക്ക് പഠിക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ട്. 37 വരെയുള്ള വാക്യങ്ങളാണ് പ്രൈസ് ലോർഡ് സ്തോത്രം ചിന്തയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ സമയം നമുക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ചുരുക്കമായിട്ട് കമ്പി വാചകം പോലെ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പറഞ്ഞിരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന് വായിക്കാമോ? പ്രൈസ് ലോർഡ് ലൂക്കോസ് 10-ന്റെ 25-ാമത്തെ വാക്യം മാത്രം. ശ്രദ്ധിക്കണേ. അനന്തരം ന്യായശാസ്ത്രി യേശുവിനെ ചോദിച്ചെന്നല്ല, പരീക്ഷിച്ച് ചോദിച്ചു. ന്യായമായ ചോദ്യം ആർക്കും ചോദിക്കാം, ന്യായമായ ഉത്തരം കിട്ടും. യേശുവിനെ പോലും പിശാച് പരീക്ഷിച്ചിട്ടുണ്ട്, ഭക്തന്മാരെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അനേക ചോദ്യമുണ്ട്, അനേക ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ന്യായശാസ്ത്രി വന്ന് യേശുവിനെ എന്ത് ചെയ്തു? പരീക്ഷിച്ച് ചോദിച്ചു. ഇനിയും ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ തുടക്കം ഇങ്ങനെ, അനന്തരം. എന്തിൻ്റെ അനന്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ 10-ാം അധ്യായം ഒന്ന് നോക്കണം. ഒരു ദിവസം രാവിലെ വന്നിട്ട് ശിഷ്യന്മാരെ ആളുകളെ എല്ലാം വിളിച്ചിട്ട് പ്രൈസ് ലോർഡ് സ്തോത്രം ഒരു 70 പേരെ തിരഞ്ഞെടുത്തിട്ട് 35 ടീമായിട്ട് അവരെ തിരിച്ചു. 2 പേരുള്ള 35 ടീം. അവർക്ക് അധികാരം കൊടുത്ത് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര അയച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ? അവരെ അയച്ചു. അവർ പോയിട്ട് വൈകിട്ട് നമ്മുടെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക്, ഞങ്ങളുടെ അവിടെയൊക്കെ രാവിലെ 10 മണിക്ക് വർക്കിന് പോയാൽ 1 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അവർ തിരിച്ചു വരുന്നത്, പോകാൻ പറഞ്ഞപ്പോൾ എങ്ങനെ പോയെന്നുള്ളത്, സാധാരണ വർക്കിനൊക്കെ പോകാമെന്ന് പറയുന്നത് അന്ന് ഞങ്ങളുടെ ഇവിടെ ഈ പ്രവർത്തനമൊക്കെ ആൾ കുറയും. പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ ആൾ കൂടും, പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആൾ കുറയും. പക്ഷേ ഇവരും എങ്ങനെയൊക്കെയോ വന്നു കഴിഞ്ഞ് ഇവരെ തിരഞ്ഞെടുത്ത് വിട്ടു. പക്ഷേ ഇവർ തിരിച്ചു വന്നത് വലിയ സന്തോഷത്തോടെയാണ്. എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ടു. വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രൈസ് ലോർഡ് സ്തോത്രം, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് ജീവന പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ലോർഡ് സ്തോത്രം. 15-ന്റെ 17 തൊട്ട് വായിക്കുമ്പോഴുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ന്യായശാസ്ത്രി ഒരു കുടുക്ക് ചോദ്യമായിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക. ഇനിയും ന്യായശാസ്ത്രിയും പരീശന്മാരും ആരാണെന്നറിയാൻ കൂടുതൽ താല്പര്യമുള്ളവർക്ക് മത്തായി 23 പോയി വായിച്ചാൽ മതി. അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയ ചുരുക്കമുള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. എങ്കിലും പ്രൈസ് ലോർഡ് സ്തോത്രം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ ഭാഗത്തേക്ക് വരാം. 23-ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 3 തൊട്ട് വായിക്കുമ്പോൾ വയ്ക്കുന്നു. പ്രൈസ് ലോർഡ് സ്തോത്രം. അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവരുടെ മുഖത്ത് നോക്കി ഹാ ഹസ്റ്റം എന്ന് ഒരു 8-9 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വായിച്ചിട്ടേ എല്ലാവരും ഉറങ്ങാവും. ഇപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ആരാണെന്നറിയാം. ഇങ്ങനെയുള്ള ഒരാൾ വന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു, നിത്യജീവനെ അവകാശിയാകാൻ എന്ത് ചെയ്യണമെന്ന് പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവെന്ന് വായിക്കുന്നു. അപ്പോൾ ഇവന് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ 2 കാര്യമാണ്. ഇവൻ 2 ചോദ്യം ചോദിച്ചു യേശുവിനോട്. ഒരു ചോദ്യത്തിന് ഉത്തരം അവൻ തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞ ഉത്തരത്തിൽ അവൻ പറഞ്ഞെങ്കിലും പറഞ്ഞ കാര്യം അവൻ അറിയത്തില്ല. അതിനൊരു വിശദീകരണമാണ് കർത്താവ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ.
അടുത്ത വാക്യം നോക്കി, 27-ാം വാക്യം. അവൻ അതിന് മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞത് എന്താണ്? നീ പറഞ്ഞ ഉത്തരം ശരിയാ. ഉത്തരത്തിന് കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ എന്നാ പ്രശ്നം നോക്കിക്കേ. അവൻ ഉത്തരം പറഞ്ഞെങ്കിലും അവൻ രണ്ടാമത് കർത്താവിനോട് ചോദിച്ചാൽ എന്താ നോക്കിക്കേ. അപ്പം കണ്ടോ, പലരും ഉത്തരമൊക്കെ പറയുന്നുണ്ടെങ്കിലും പറയുന്നതിനകത്ത് വേണ്ടതുപോലെ ആഴമായ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കണം. അവൻ പറഞ്ഞ ഉത്തരം കറക്റ്റാ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു നോക്കിക്കേ, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക. എന്നാൽ നീ എന്തു ചെയ്യും? എന്നാൽ നീ ജീവിക്കും. നിത്യജീവനെ കിട്ടുമെന്ന് യേശു പറഞ്ഞോ? ഇല്ല. ഇത് സാധാരണ ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. പഴയ നിയമത്തിലെ 10 കൽപ്പന പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 2ആയി മാറി. ഒന്ന് ദൈവത്തോടും ഒന്ന് മനുഷ്യനോടും. അവൻ ഉത്തരം പറഞ്ഞു ശരിയാ. കർത്താവ് പറഞ്ഞു ഇങ്ങനെ നീ ചെയ്താൽ നീ ജീവിക്കും, പക്ഷെ നിത്യജീവനെ കിട്ടത്തില്ല. രണ്ടാമത് അവൻ ചോദിക്കുക, എൻ്റെ കൂട്ടുകാരൻ. അപ്പം പിന്നെ ഇവൻ ന്യായശാസ്ത്രി ആയതുകൊണ്ടും ഇവൻ പറഞ്ഞ ഉത്തരത്തിനകത്ത് ഇവന് വിശ്വാസമില്ലാത്തത് കൊണ്ടും ആ കൂട്ടുകാരൻ ആരാണെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കർത്താവ് പറയാണ്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ മുറിവേൽപ്പിച്ച് അവനെ ഹല്ലേലൂയ സ്തോത്രം അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്നു. അതിലെ ഒരു പുരോഹിതൻ വന്നു, ഒരു ലേവ്യൻ വന്നു. അവരാരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു ശമര്യക്കാരൻ വന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് മനസ്സലിയുന്നവനാണ്. വിശ്വാസമുള്ളവർ കരമരുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഈ ലോകത്തിൽ മറ്റാരും മനസ്സലിയാതിരിക്കുമ്പോൾ നമ്മളെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വിധവയുടെ മകനെ ശവമഞ്ചുമായിട്ട് സെമിത്തേരിയിലേക്ക് അടക്കാൻ പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് 7:13. ആ അമ്മ വിധവയാണ്, ഭർത്താവില്ല, ഏകമകനാണ്, നഷ്ടപ്പെട്ടു. ശവമടക്കിന് പോകുമ്പോൾ യേശു അടുത്ത് നിന്ന് മഞ്ചം തൊട്ട് സ്ത്രീയെ കരയണ്ട എന്ന് പറയുമ്പോൾ അവളെ കണ്ട് യേശു മനസ്സലിഞ്ഞു. 2025 വരെ നമ്മോട് മനസ്സലിഞ്ഞ ഒരു കർത്താവിൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവർ ആ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൻ്റെ ഭവനം വിട്ടുപോയ ഇളയ മകൻ, പ്രഭാഷകരിട്ടിരിക്കുന്ന പേര് മുടിയമുത്രൻ എന്നാ. വേദോസ്തത്തിലില്ല, മുതലെല്ലാം നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നതുള്ളതേ ഉള്ളൂ. പക്ഷെ അവൻ തിരിച്ചു വരുന്നു നോക്കിയിരുന്ന ഒരു അപ്പൻ, അവൻ ദൂരത്തുനിന്ന് വരുന്നു കണ്ടപ്പോൾ അപ്പൻ്റെ മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ഈ രാജ്യത്ത് ജീവസന്ധാരണത്തിന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാം സേവിക്കുന്ന കർത്താവ് നമ്മെ കണ്ട് മനസ്സലിയുന്നവനാ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതയാത്രയിലൊന്ന് തിരിഞ്ഞു നോക്കിയേ. രാജ്യത്ത് ആദ്യമായി കാലുകുത്തിയ നാളിൽ പല വിഷയത്തിനു മുമ്പിൽ ഭാരപ്പെട്ടപ്പോൾ, എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നിടത്ത് ഭാരപ്പെട്ടപ്പോൾ, നമ്മെ സ്നേഹിച്ചവരും കരുതാമെന്ന് പറഞ്ഞവരൊക്കെ മനസ്സലിയാതിരുന്നപ്പോൾ നമ്മെ കണ്ടു മനസ്സലിഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹത്തിനായി എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? നല്ല ശമരിയക്കാരൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ മനസ്സലിവുള്ളവനാണ്. 2, അവൻ എന്തു ചെയ്തു? അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി, അവൻ്റെ വാഹനത്തിൽ കയറ്റി, വഴിയമ്പലത്തിൽ കൊണ്ടു ചെന്നാക്കി, പണം കൊടുത്തു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 1, മിനിസ്ട്രി ഓഫ് കമ്പാഷൻ. 2, മെഡിക്കൽ മിനിസ്ട്രി. 3, ട്രാൻസ്പോർട്ടേഷൻ മിനിസ്ട്രി. 4, ക്യാരിങ് മിനിസ്ട്രി. 5, ഫിനാൻഷ്യൽ മിനിസ്ട്രി. 6, ഫോളോ അപ്പ് മിനിസ്ട്രി. ഇതെല്ലാം നമുക്കെല്ലാവർക്കും വചനം അറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും വിസ്തരിക്കുന്നില്ല.
അവിടെ ഒരു കാര്യം മാത്രം പറയട്ടെ. പ്രൈസ് ലോർഡ് സ്തോത്രം. നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കണം. പ്രൈസ് ലോർഡ് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചിലവിടുകയും കൈ തുറന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ്, ഹല്ലേലൂയ സ്തോത്രം, കാലാകാലങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അതൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ എല്ലാം അനുഭവിക്കുന്നെന്ന് ബോധ്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? പക്ഷേ ഇന്ന് ആത്മീയകോളത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഒന്നാം നൂറ്റാണ്ടിൽ പഠിച്ചാലും നമ്മളെ ആത്മീയമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു തലമുറയിൽ അനുഭവത്തിൽ കൂടെ വരും. രണ്ടാമത്തെ തലമുറ അനുകരണത്തിലേക്ക് വരും. മൂന്നാമത്തെ തലമുറ അഭിനയത്തിലേക്ക് വരും. നാലാമത്തെ തലമുറ അധപ്പതനത്തിലേക്ക് പോകും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 43-ാമത്തെ വർഷമായത്. 1982 യാക്കോബ കുടുംബത്തിൽ നിന്ന് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലൊക്കെ ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് യേശു നല്ലവണ്ണം രുചിച്ചറിഞ്ഞു വന്ന അനേക തലമുറകൾ ഇന്നത്തെ ഇത് പഠിക്കുമ്പോൾ അധപ്പതനത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസം അധികമായി ഈ രാജ്യത്തായിരിക്കാനും അനേകരെ പരിചയപ്പെടുവാനും ശുശ്രൂഷിപ്പാനൊക്കെ അവസരങ്ങളുണ്ടായി. പക്ഷേ ഇവിടെ വളരെ സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ആത്മീയ തീക്ഷ്ണതയോടെ ഈ രാജ്യത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കാണിക്കുന്ന തീക്ഷ്ണതയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം കുറഞ്ഞു പോകാതെ ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇവിടെ ഈ നല്ല ശമരിയക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തു, തൻ്റെ എണ്ണയും വീഞ്ഞും കൊടുത്തു. അപ്പോൾ ഇത് ചെലവിടുന്ന ഒരു മാർഗ്ഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. പ്രൈസ് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രൈസിനോട് സ്തോത്രം, യേശുവിനോടുള്ള ബന്ധത്തിൽ പലരും പലതും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ യേശുവിന് യാത്ര ചെയ്യുവാൻ ഒരു വാഹനം വേണം. ഒരാൾ ഒരു കഴുതയെ കൊടുത്തു. ഒരിക്കൽ യേശുവിന് പടക് ആവശ്യപ്പെട്ട് സുവിശേഷം അറിയിക്കുവാൻ പത്രോസിൻ്റെ പടക് കൊടുത്തു. കഴുതപ്പുറത്ത് കയറിയ യേശുവിന് മേൽ യേശു യാത്ര ചെയ്യുമ്പോൾ ചിലർ വഴിയിൽ വസ്ത്രം വിരിച്ചു. ചിലർ വസ്ത്രമില്ലാത്തവർ മരക്കൊമ്പുകൾ വെട്ടിയിട്ടു. മറ്റു ചിലർ യേശുവിന് മാളിക വിട്ടുകൊടുത്തു. യോസഫ് തനിക്ക് വേണ്ടി വെട്ടിയ കല്ലറ വിട്ടുകൊടുത്തു. പക്ഷെ ഇതൊന്നും കൊടുക്കാനില്ലാത്ത കുറേനക്കാരനായ ശീമോൻ കൊടുത്തത് തൻ്റെ തോള. എന്തിനു വേണ്ടി? യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന BMCCയിൽ ഇരിക്കുന്ന യുവതി യുവാക്കന്മാരോട്, സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നു, നമുക്ക് തന്ന ആയുസ്സിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെയുണ്ട്? നീ പാടുന്നത്, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്, യൂത്തിനെ അതിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു സഹോദരനെ ക്യാമ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ കസേര ഇടുന്നത്, ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തോടുള്ള ബന്ധത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിന് പ്രതിഫലം തരുന്ന ഒരു സ്വർഗമുണ്ട്. യേശു ഈ ന്യായശാസ്ത്രിയോട് പറഞ്ഞ എന്താണെന്നറിയാം? 37-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. നിത്യജീവൻ അവകാശിയാകണമെന്ന് പറഞ്ഞ് അവനോട് നല്ല ശമരിയക്കാരൻ ഉപമ പറഞ്ഞിട്ട് കർത്താവ് എന്താ പറഞ്ഞു നോക്കിക്കേ. 37-ാമത്തെ വാക്യം എന്താ നോക്കിക്കേ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവർ പറയത്തേ ഉള്ളൂ, ഇവർ ചെയ്യുന്നവരല്ല. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് യേശു പറഞ്ഞു, നിത്യജീവൻ അവകാശമായി കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ആര് സമർപ്പിക്കും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി? ഈ 2025 ഡിസംബർ മാസത്തോട് തീരുന്ന ഈ ദിവസങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയാന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് എത്ര പേർക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുവാൻ കഴിയും? മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ ആരുടെ അടുത്ത് കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു പാർക്കുന്ന വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ ജനസഞ്ചാരം കാരണം അവർക്ക് അകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. വേണമെങ്കിൽ അവർക്ക് അവിടെ വരെ കൊണ്ടുവന്നിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞ് അവർക്ക് പോകാമായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം അതായിരുന്നില്ല. ഏതു വിധേനയും യേശുവിനെ ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്നുള്ള ആ വലിയ താല്പര്യത്തോടെ
ആ വീട്ടുടനെ കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം പെർമിഷൻ വാങ്ങി വീടിന് സംഭവിക്കുന്ന എന്തും ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്. എനിക്ക് BMCCയിലുള്ള പ്രിയപ്പെട്ടവരോട്, ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ള ഒരു സന്ദേശമുള്ളൂ. നാം കർത്താവിനെ സേവിച്ചു, നാം മരിച്ചാൽ നിത്യതയിൽ പോകും, നമുക്ക് ഉറപ്പുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ ഈ രാജ്യത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? നാം മുഖാന്തരം ചിലരെ കർത്താവിലേക്ക് ഹല്ലേലൂയ ആനയിക്കാനാണ്. ഈ നിത്യജീവൻ അവകാശികളായി ചിലരെ കൂടെ തീർക്കണമെന്ന് ഹല്ലേലൂയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നേക്ക് 31 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ബോംബെയിൽ 5 വർഷം ജോലി ചെയ്തു, സൗദി അറേബ്യയിൽ 2 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോളിംഗ് ഉണ്ടായി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പ്രിയ അച്ചായനെ അറിയാം, പോഞ്ഞാശ്ശേരി പെരുമ്പാവൂരിനടുത്തുള്ളതാണ്, പാസ്റ്റർ KM ജോസഫ്. ആ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. 30 വർഷമായിട്ട് ആ സെൻറ്ററിലെ വിവിധ സഭകളിൽ ശുശ്രൂഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. മൂത്ത മകനാണ് ഇവിടെയുള്ള സാം, ഇളയ മകന് ജോസഫ് കാനഡയിലായിരിക്കുന്നു. ഒരു കാര്യം പറയാൻ കഴിയും, കർത്താവിൻ്റെ ക്രൂശിയും പാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഇന്നുവരെയും ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഐക്യതയുടെ സ്നേഹത്തോടെ നിന്നുകൊണ്ട് ചിലരെ കൂടെ നിത്യതയിൽ കാണുവാൻ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജീവിതം, എൻ്റെ ജോലി, എനിക്ക് തന്ന വീട്, എനിക്ക് തന്ന വണ്ടി, എനിക്ക് തന്ന ആരോഗ്യം, എനിക്ക് തന്ന സമ്പത്ത്, എനിക്ക് തന്ന താലന്തുകൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുമെന്ന് പറയുവാൻ എത്ര പേർ കഴിയും? അങ്ങനെയുള്ളവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ എൻ്റെ സമയം തീർന്നുകൊണ്ട് വാക്കുകൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് കൃപ നൽകട്ടെ. ഒരു പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹപ്പെട്ടതായ ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രിയമുള്ളവരെ, നിത്യജീവനിലേക്ക് ചിലരെ കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇടയായിത്തീരട്ടെ. BMCC അതിനിടയായിത്തീരട്ടെ. മാത്രമല്ല നമ്മുടെ സഭകളിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ചിലരെ കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഇന്നത്തെ വചന കേൾവി നമുക്ക് ഇടയായിത്തീരട്ടെ. പ്രിയ പാസ്റ്ററുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ പഠിച്ച ബൈബിൾ സ്കൂളും KM ജോസഫ് പാസ്റ്ററുമൊക്കെ ഞങ്ങളുടെ ഭവനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാസ്റ്ററായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷം മുമ്പ് നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ദൈവസേനയിൽ എഴുന്നേറ്റുന്ന ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ആ സമയത്ത് ഓഫർട്ടിയുടെ സമയമാണ്. എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണം. ഇന്നലെക്കാൾ ഇന്നു ഞാനൻ പ്രിയ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്രയാനന്ദം. ഇന്നലെക്കാളുന്നു ഞാനൻ പ്രിയ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്രയാനന്ദം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ തന്നെ സ്തോത്രാഴ്ചയും നല്ല രീതിയിൽ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വാഴു ഞാനൻ രക്ഷിതാവൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴു ഞാനൻ രക്ഷിതാവൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എൻ്റെ പ്രിയനേ, പാടും ഞാനെന്നും എൻ്റെ പ്രിയനേ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം
അതീനാരംഭം, ക്ഷാമം ഭൂകമ്പം അതീനാരംഭം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ക്ഷാമത്താലിശോണിലൻ ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിയിടാത്ത നിക്ഷേപമുണ്ട് എൻ്റെ പ്രിയനിൽ. ക്ഷാമത്താലിശോണിലെന്നു ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിയിടാത്ത നിക്ഷേപമുണ്ട് എൻ്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിരോ, ഏറ്റവും അടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോട്, ഏറ്റവും അടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ രക്ഷിതാവേ നിൻ വരവു കാത്തു കാത്തു ഞാൻ, ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എന്റെ രക്ഷിതാവേ നിൻ വരവു കാത്തു കാത്തു ഞാൻ, ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്രയാകണം. നിന്നെ കാണുമ്പോ എൻ ദുഃഖം തീർന്നു പോ, നിന്നെ കാണുമ്പോ എൻ ദുഃഖം തീർന്നു പോ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. BMCCയുടെ കർത്താവെ ക്രിസ്മസ് ഗെറ്റ് ടുഗദറായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും, വിവിധങ്ങളായ കർത്താവ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുവാനും, അതുപോലെ തന്നെ നിൻ്റെ തിരുവചനത്തിൽ നിന്ന് ഹൃദ്യമായ ആലോചനകൾ ശ്രവിപ്പാനും കർത്താവിടെയാക്കിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാഥാ, നിൻ്റെ ജനനം സന്തോഷം നിറഞ്ഞതും സന്തോഷമുളവാക്കിയതുമായിരുന്നു. അത് ഇന്നു രാത്രിയിൽ ഞങ്ങൾക്ക് കർത്താവി ഓർമ്മകൾ പുതുക്കി ഒരുമിച്ച് സന്തോഷിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളുടെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് അർപ്പിച്ചിരിക്കുന്നതായ സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ഇതിനെ കർത്താവ് നിന്റെ നാമമഹത്വത്തിനായി ഉപയോഗിപ്പാൻ തക്കോണം നിൻ്റെ മക്കളെ നീ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഇതിലേക്ക് കരം നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹീതമായ അനുഭവങ്ങളോട് മുന്നേറുവാൻ വരും ദിവസങ്ങളിൽ നിന്റെ മക്കളെ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. BMCCയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അനേക വർഷക്കാലം ഈ ദേശത്തുള്ളതായ ദൈവമക്കൾക്ക് ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കൊടുത്തതായ നല്ല അവസരത്തിനും അതിൻ്റെ പിന്നിൽ കർത്താവ് അധ്വാനിച്ചതായ എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാഥ, ഈ വർഷത്തെ കർത്താവേ ഹല്ലേലൂയ അവസാന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും പകർന്ന് കർത്താവ് സഹായിക്കും. തുടർ വർഷങ്ങളിലും കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ അതിനുവേണ്ടി കർത്താവെ തുടർന്നും BMCCയെ നീ ഒരുക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നടക്കപ്പെടേണ്ടതായ എല്ലാ കർത്താവ് പ്രോഗ്രാമിന്മേലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ ഒരുമിച്ചുറന്നും അനുഗ്രഹവും പ്രാപിപ്പാൻ കൃപ ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് 1-2 പ്രോഗ്രാമുടെ ബാക്കിയുണ്ട്. ആദ്യമായിട്ട്
AG സൺഡേ സ്കൂളിൻ്റെ ഒരു കൊറിയോഗ്രാഫി കേൾക്കാനുള്ള സാവകാശമായി ആണ്. അതിനായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. Praise the Lord. All about living in such a way that others can see Christ through your actions, attitude, and love. Showing Jesus isn't just about words, it's about radiating joy, peace, and kindness so that people experience His presence through you. How someone's life shines like a light switch being turned on, bringing hope and joy wherever they go. We have to encourage one another, reflects the fruit of the Spirit, and to honor Christ in all we do. May it encourage you to live boldly and shine brightly, showing Jesus in all you do. In Bible says, Colossians chapter 3 verse 17, whatever you do, whether in word or deed, do it all in the name of the Lord Jesus. And in 1 John chapter 3 verse 18, dear children, let us not love with words or speech, but with actions and in truth. AG Church proudly present a heartfelt choreography Show Jesus. Sorry. La 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 la, yeah. Your smile's always shining out, and they know what it's all about. It's not hard for them to figure out the way you show Jesus. You know love is what they heard, and you didn't even say a word. Ain't it funny that's the way it works? So when you know Jesus, oh, it's like flipping on a light switch when you're walking into this room. It's so undeniable. I gotta tell you that I like the way anytime, anywhere, any place, it's written all over your face. The way you love Jesus, and it always speaks to me. A little joy with a touch of peace. It's so inspiring the way you show Jesus. So give me that, and show me that, Oh, give me that, the way you show Jesus. Oh, it's like flipping on a light switch when you're walking into this room. You're so unmistakable, and oh, show up any time of day. You can never get here too soon. You're so unbelievable. You're so unbelievable. Just give me that, and show me that. Oh, give me that, the way you show Him. I gotta tell you that I'm liking the way. Anytime, anywhere, any place, it's written all over your face. The way you love Jesus, the way you love, and it always speaks to me. It's speaking a little joy with a touch of peace. It's so inspiring, you know the way you show Jesus, So give me that, and show me that, Oh, give me that, the way you show Jesus. So give me that, hey, show me that, Oh, give me that, the way you show Jesus. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ രീതിയിൽ അവർ കർത്താവിന് പ്രയോജനമുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കോണം കർത്താവ് അവരെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരു ഡ്യുവറ്റ് കേൾക്കാനുള്ള സാവകാശമാണ്. നമുക്ക് ധാരാളം പാസ്റ്റർമാർ സ്റ്റേജിലുണ്ട്. ഇവിടെ ഇല്ലാത്ത ധാരാളം പാസ്റ്റർമാർ ഈ 16 ചർച്ചിലും ആയിട്ട് എൽഡേഴ്സായിട്ടൊക്കെ ഉണ്ട്. ചില പാസ്റ്റർമാർ നല്ലപോലെ പ്രസംഗിക്കും, ചിലർ പാടുന്നവരുണ്ട്. എന്നാൽ പാടുകയും പ്രസംഗിക്കുകയും ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും ചെയ്യുന്ന ഒരു പാസ്റ്ററേ നമുക്കുള്ളൂ. അപ്പം നമുക്ക് പാസ്റ്ററെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. അദ്ദേഹം കുടുംബമായിട്ട് ഇന്നൊരു ഡ്യുവറ്റ് നമുക്ക് വേണ്ടി പാടുന്നതാണ്. പാസ്റ്റർ പ്രൈസ് തോമസ് എയും സിസ്റ്റർ ലുനു സിസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കാം.
ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ
പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ ആൻഡ് ഫാമിലി. ദൈവനെ ധാരാളമായിട്ട് പാടുവാനും പ്രസംഗിക്കാനും ഒക്കെ ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. തുടർന്ന് നാം എല്ലാ വർഷവും BMCC ഒരു കലണ്ടർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ബൈബിൾ വാക്യങ്ങൾ ഉൾപ്പെടുത്തി 365 ദിവസവും ലഭിക്കത്തക്ക രീതിയിൽ കലണ്ടർ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും ഓരോന്നും, ബാച്ചിലേഴ്സിന് ഓരോന്നും വീതം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് കടന്നു വരുവാൻ സാധിക്കാത്തവർക്ക് ലിമിറ്റഡ് കോപ്പീസ് ഞങ്ങൾ സഭകളിൽ എത്തിക്കുന്നതായിരിക്കും. കമ്മിറ്റി മെമ്പേഴ്സിനെ അത് ഏൽപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് നമ്മൾ കലണ്ടർ റിലീസിനായിട്ടുള്ള സമയമാണ്. അത് റിലീസ് ചെയ്യുന്നതിനായിട്ട് പാസ്റ്റർ ബോസ്ഫോറീസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അത് വാങ്ങിക്കുവാനായിട്ട് പാസ്റ്റർ ജെയ്സൺ കുഴിവിളയും മുന്നോട്ട് ക്ഷണിക്കും. അനേകം വാക്യങ്ങൾ ഓരോ ദിവസവും ഓരോ വാക്യങ്ങൾ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കഴിവതും നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ഇതിൻ്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ ഇത് ഓരോ വാക്യങ്ങളും എടുത്ത് വായിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഓരോ ദിവസവും തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹം കൂടി ആയിരിക്കും എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. BMCCയുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല കലണ്ടർ എല്ലാ വർഷവും എൻ്റെ ഭവനത്തിൽ ഞാൻ നല്ല രീതിയിൽ തൂക്കിയിടാറുണ്ട്. അതിൻ്റെ നല്ല വാക്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവിൻ്റെ നാമോഹത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തകരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മുൻപോട്ടുള്ള ഗമനങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വർഷവും നമ്മൾ കലണ്ടർ മാത്രമാണ് എല്ലാവർക്കും തരുന്നത്. എന്നാൽ ഈ വർഷം നമ്മുടെ ചില സഹോദരന്മാർ നമ്മളെ
ഇതുകൂടാതെ അഡീഷണലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞവർ സമീപിച്ചു. അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിലെ 2 ബ്രദേഴ്സാണ് നമ്മുടെ കമ്മിറ്റി നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന അനീഷ് മോഹൻദം കമ്മിറ്റി അറിയിക്കുകയും ഒരു കീ ചെയിൻ എല്ലാവർക്കും ഇതോടുകൂടെ ലഭിക്കുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഡോർ ലഭിക്കും. മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ്റെ ലോഗോയും സിംബലും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വാക്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ജെയ്സൺ പാസ്റ്റർ പോസ്റ്റ് പാസ്റ്ററിന് കൊടുക്കട്ടെ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യം, ഫോർ ഹി വിൽ ഓർഡർ ഹിസ് ഏഞ്ചൽസ് ടു ദ പ്രൊട്ടക്റ്റ് യു വെയറെവർ യു ഗോ. സാംസ് 91:11. ഇത് നിങ്ങളുടെ ഈ കീ ചെയിൻ നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ കീ ചെയിനിനകത്ത് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. BMCCയുടെ ലോഗോയും അതിൻ്റെ പ്രിൻറ്റും നമ്മുടെ അഡ്രസ്സും ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വാഹനങ്ങളിൽ കീ ചെയിനിലൊക്കെ ഇത് ഉപയോഗിച്ച് നിങ്ങൾ കൊണ്ടു നടന്നാൽ ഇത് മറ്റുള്ളവർക്കൂടി ഇതൊരു അഡ്വർടൈസ്മെൻ്റായി തീരുവാൻ തക്കണം ഇടയായിത്തീരും എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. താങ്ക് യു. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും വണ്ടിയുള്ളവർ വണ്ടിയിൽ കീ ഇതിലിടണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച രാവിലെ ഇതെടുക്കുമ്പോൾ BMCCയെ പറ്റി ഓർമ്മ വരണം. അതാണ് പ്രത്യേകമായിട്ട് ഇതുകൊണ്ട് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, വീടിൻ്റെ ചാവി ഉള്ളതും തൂക്കിയിടാം. ഏതായാലും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ലോക്ക് ചെയ്യുകയും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇതെടുക്കുമ്പോൾ നിങ്ങൾ ശനിയാഴ്ച എടുക്കുമ്പോൾ പ്രത്യേകം ഓർത്തണം. ഇന്ന് ശനിയാഴ്ചയാണ് BMCC ഉണ്ടെന്നുള്ളത് ഓർക്കുകയും എല്ലാവരും കടന്നു വരുമെന്നൊക്കെ ഉത്സാഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇനിയും അടുത്ത ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇച്ചിരി ത്യാഗപരമായൊരു ശുശ്രൂഷയാണ്. കമ്മിറ്റികളെല്ലാവരും മുന്നോട്ട് കടന്നു വരണം. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. നിങ്ങൾക്ക് കൂടെ പാടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ചേർന്ന് പാടാവുന്നേ ഉള്ളൂ. Power off. എൻ ദൈവമേ നന്ദി, എൻ യേശുപരാ നന്ദി, നന്ദി എൻ ദൈവമേ നന്ദി, എൻ യേശുപരാ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി, നന്ദി എൻ ദൈവമേ നന്ദി, എൻ യേശുപരാ നന്ദി, നന്ദി എൻ ദൈവമേ നന്ദി, എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റതെന്നെ നിന്നെ പാണിയണച്ചുവല്ലോ. ചേർന്ന് പാടാം. പാപത്താൽ മുറിവേറ്റതെന്നെ നിന്നെ
ദൈവമേ നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദൈവമായി വന്നവല്ലോ. ൂരിരുൾ താഴ്വരെ അതിലുമെന്റെ പാതയിൽ ദൈവമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളുടെ സഹോദരങ്ങൾ ബൈബിൾ ക്വിസിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് തുടങ്ങിയത് ചില വർഷങ്ങൾ അങ്ങനെ തുടർന്നു. എന്നാൽ ഈ വർഷം വീണ്ടും അത് നമ്മൾ ലൈവായിട്ട് BMCC മീറ്റിങ്ങിന് മധ്യത്തിൽ തന്നെ നടത്തുകയായിരുന്നു. എല്ലാ മാസത്തിൻ്റെയും 4-ാമത്തെ ആഴ്ച ബൈബിൾ ക്വിസിനായിട്ട് പ്രത്യേകമായുള്ള സമയം വേർതിരിച്ച് നമ്മൾ നടത്തുകയായിരുന്നു. അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനായിട്ട് വൈസ് പ്രസിഡന്റ് മുന്നോട്ട് ക്ഷണിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുവാനായിട്ട് ക്വിസ് മാസ്റ്റർ തന്നെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ക്വിസ് മാസ്റ്ററായിട്ട് സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ച് നമ്മുടെ റെജി പാസ്റ്റർ ജേക്കബ് ജോർജ് അവർ BMCCയുടെ മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ തന്നെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രിയ പാസ്റ്റർ വരട്ടെ. ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് സഹോദരി രേണുക അനി. $110 മാർക്കിൽ 107 മാർക്കും വാങ്ങിച്ചാണ് സഹോദരി വിജയിയായത്. അടുത്ത സെക്കൻഡ് പ്രൈസ് കൊടുക്കുവാനായിട്ട് ജേക്കബ് പാസ്റ്റർ. സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് സിസ്റ്റർ വെണ്ണില സുജിത്ത്. $74 മാർക്ക് വാങ്ങിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കും. മൂന്നാമത്തെ പ്രൈസ് കൊടുക്കുവാൻ ലിജോ പാസ്റ്റർ മുന്നോട്ട് ക്ഷണിക്കും. സിസ്റ്റർ ജിൻസി ജൂബി തോമസ് വന്നിട്ടില്ലേ? പെരിവേഷ് ബദൽ അസംബ്ലി. ഓക്കെ, പ്രിയ സൗകര്യ വന്നിട്ടില്ല. അടുത്തത് കൺസലേഷൻ പ്രൈസസ് കൊടുക്കുകയാണ്. ആകെ ഒരെണ്ണമെങ്കിലും എഴുതിയത് നമ്മൾക്ക് 18 പേരാണ് ഇതിൽ പങ്കെടുത്ത് തുടങ്ങിയത്. എന്നാൽ എല്ലാവരും പിന്മാറി അവസാനം 8 പേരായിട്ട് അത് അവസാനിച്ചു. ചുരുങ്ങിയത് 6 എണ്ണമെങ്കിലും എഴുതിയിട്ടുള്ളവർക്ക് നമ്മൾ കൺസലേഷൻ പ്രൈസസ് കൊടുക്കുന്നുണ്ട്. ഇത് 6 എണ്ണമല്ല, അതിൽ കൂടുതൽ എഴുതിയവരാണ്. എന്നാലും
അതുവരെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിസ്റ്റർ കുഞ്ഞുമോൾ സജി. കുഴപ്പമില്ല, ഇവിടെ അത് ടൈറ്റസ് പാസ്റ്റർ. അടുത്ത കൺസലേഷൻ പ്രൈസ് ഉള്ളത് സിസ്റ്റർ എലിസബത്ത് ബോസ്. ഒരു കൺസലേഷൻ പ്രൈസിലുണ്ട് സിസ്റ്റർ സുബി ലിജോ മാത്യു. അടുത്തത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പ്രൈസാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരാളെ വിട്ടുപോയി, ഷീന ജോസ്. സൗണ്ട് ചേ. ഷീന ജോസ്. നമുക്ക് ധാരാളം കുഞ്ഞുങ്ങൾ BMCCയിലുണ്ടെങ്കിലും ചിലരൊക്കെ ബൈബിൾ ക്വിസ് എഴുതി ആരംഭിച്ചു. ഒന്നെഴുതിയിട്ട് മിക്കവാറും ആളുകൾ 1-2 കൂടുതൽ ആരും എഴുതിയില്ല. എന്നാൽ ഒരു മകൻ എലൈജ അനി 11 ബൈബിൾ ക്വിസ് എഴുതി. തൻ്റെ പരീക്ഷയുള്ള സമയത്തും ബൈബിൾ ക്വിസ് എഴുതാനായിട്ട് അവൻ കടന്നു വന്ന് പരീക്ഷ എഴുതുമായിരുന്നു. പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യൽ പ്രൈസ് എലൈജ എനിക്ക് കൊടുക്കണം. 58 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, 50% കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാണ് എലൈജ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എലൈജയാണ് ഒരു പ്രാവശ്യം നമ്മുടെ BMCCയുടെ പ്രയർ വിജിലിൽ 119 സങ്കീർത്തനം 17 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് കാണാതെ പറയുവാനൊക്കെ റെഡിയായിത്തീർന്നു. ആ പ്രിയ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഇനിയും നമ്മുടെ ക്വിസ് മാസ്റ്റർക്ക് ഹോണർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. സജി പാസ്റ്റർ മുന്നോട്ട് കടന്നു. ഇത്രത്തോളം അതിഭയങ്കരമായി നടക്കുവാൻ തക്കനോടിയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സിൻ്റെ സമയമാണ്. സെക്രട്ടറി അതിനായിട്ട് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും സാങ്കുട്ടിയായി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്ത് BMCCയുടെ ക്രിസ്മസ് ഗെറ്റ് ടുഗദറായിട്ട് കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റുന്നു. നമ്മൾ ക്രിസ്തുമസ് എന്നൊരു പേര് നമ്മളിതിന് ചാർത്തി കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ക്രിസ്മസ് സെലിബ്രേഷനായിട്ടല്ല നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്.
എന്നിരുന്നാലും നമ്മളെ മുമ്പേ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലും നമുക്ക് വേണ്ടി ക്രിസ്തു ജനിച്ചു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും ദിനം പ്രതി നമ്മളത് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേക ഒരു ദിവസം വെച്ചൊന്നും നമുക്ക് ഒരു ആഘോഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. എന്നിരുന്നാലും ഇതിന് പണ്ട് മുതലേ ഈ ഒരു പേര് തന്നെ ആയതുകൊണ്ട് അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രം. എന്നിരുന്നാലും ഈ ഒരു നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രകാരം ഈ ഗെറ്റ് ടുഗദറിന് കടന്നു വന്ന് സംബന്ധിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മെമ്പർ ചർച്ചുകളിലെയും മെമ്പർ ഫാമിലീസ് അവർ ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇപ്രകാരം കടന്നു വന്നു സംബന്ധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. ഇവിടെ കടന്നു വന്ന ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക എന്നുള്ളതാണല്ലോ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്നത് പാസ്റ്റർ സജി മാത്യു. അദ്ദേഹത്തിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ശുശ്രൂഷ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ലഭിക്കുന്നതായ താലന്തുകൾ നാം ദൈവനാമ മഹത്വത്തിനായിട്ട് അത് തീർക്കണമെന്നും നിത്യജീവനിലേക്ക് മറ്റുള്ളവരെ ആദായപ്പെടുത്തുവാൻ നാം നമ്മുടെ ജീവിതത്തെ മാറ്റണമെന്നുമുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് പ്രിയ ദേവദാസനിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്രകാരം ഞങ്ങൾ ക്ഷണിച്ച പ്രകാരം പ്രിയ ദേവദാസൻ കൃത്യസമയത്ത് ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. പ്രിയ ദേവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCCയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഇവിടെ സാംസ് റെഡി ചെയ്ത ബ്രദർ ഉമ്മൻ ജോൺസണോടുള്ള നന്ദിയും സ്നേഹവും BMCCയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതിന് തുടർന്ന് പ്രാർത്ഥിച്ച് സഹായിച്ച ഡോക്ടർ രമേശ് പുന്നനോടുള്ള നന്ദിയും സ്നേഹവും BMCCയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു സോളോ നമുക്ക് ഹീബ്രു ലാംഗ്വേജിൽ നമുക്ക് പാടി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. മാസ്റ്റർ ഇവാൻ തോമസ് സിജോ വളരെ നന്നായിട്ട് ആ ഒരു കുഞ്ഞ് തനിക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു താലന്ത് ഇവിടെ വിനിയോഗിക്കാനായിട്ട് ദൈവം ആ കുഞ്ഞിനെ ഇടയാക്കി തീർത്തല്ലോ. പ്രിയ ഇവാൻ തോമസ് സിജോയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCCയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നമുക്ക് ഒരു കൊറിയോഗ്രാഫി നമുക്ക് AG ചർച്ച് സൺഡേ സ്കൂളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. നമ്മൾ ഇപ്രകാരം കുഞ്ഞുങ്ങളെ ക്ഷണിച്ചപ്പോൾ അവര് ഇവിടെ വന്ന് അത് പെർഫോം ചെയ്യാമെന്ന് പറയുകയും അവര് ആ കൃത്യസമയത്ത് തന്നെ ഇവിടെ കടന്നു വന്നു. അതിനുവേണ്ടി നന്നായിട്ട് അവർക്കത് പെർഫോം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അവരെ ട്രെയിൻ ചെയ്ത സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടും ഒപ്പം ആ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും BMCCയുടെ നാമത്തിൽ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡ്യൂവറ്റ് സോങ് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. നമ്മുടെ പാസ്റ്റർ പ്രൈസ് തോമസ് ആൻഡ് ലൂനു പ്രൈസ്. എനിക്ക് തോന്നുന്നു ആ ദേവദാസൻ ആ പാടിയ പാട്ട് യൂട്യൂബിലൊക്കെ ഒരു സമയത്ത് വളരെയധികം വ്യൂവർഷിപ്പ് കിട്ടിയതായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക റിക്വസ്റ്റ് ചെയ്തു, ദേവദാസൻ കുടുംബമായിട്ട് വന്ന് ആ ഒരു പാട്ട് പാടണമെന്ന്. അതിന് പ്രകാരം ആ ഒരു അഭ്യർത്ഥന മാനിച്ച് ദേവദാസൻ വന്നു, ആ കുടുംബമായിട്ട് കടന്നു വന്നു. ഈ വളരെ മനോഹരമായ ഈ പാട്ട് അവതരിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. പ്രിയ ദേവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCCയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. എല്ലാ വർഷങ്ങളിലെയും പോലെ നമുക്ക് ഈ വർഷവും നമുക്ക് കലണ്ടർ നമുക്ക് ഇറക്കുവാനായിട്ട് BMCCയുടെ പേരിലുള്ള കലണ്ടർ ഇറക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇന്നിവിടെ പലരും പറഞ്ഞതുപോലെ BMCCയുടെ കലണ്ടറിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. ദിവസവും അതിലുള്ള വാക്യങ്ങൾ വായിക്കാം, അത് ധ്യാനിക്കാം എന്നുള്ള ഒരു വലിയൊരു അവസരം അതിന് പുറകിലുണ്ട്. എന്നാൽ ഞങ്ങൾ കലണ്ടറിൽ മാത്രം ഒതുക്കാനായിട്ട് ഞങ്ങൾ തുനിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് BMCCയുടെ പേരിൽ ഈ പ്രാവശ്യം ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റൂടെ നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഒരു കീ ചെയിനും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. ആ കീ ചെയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും നിങ്ങൾ അത് കീ ചെയിനായിട്ട് നമ്മുടെ വാഹനത്തേലോ നമ്മുടെ എവിടെയെങ്കിലും നമ്മളത് ഹാങ് ചെയ്തിടുന്നുവെങ്കിൽ ആ സമയത്തൊക്കെ ഒന്ന് BMCC ഒക്കെ ഓർക്കാനും BMCC പ്രവർത്തനങ്ങളെ ഓർക്കുവാനും ഒക്കെ അത് ഇടയായിത്തീരും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. BMCC സ്നേഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ കലണ്ടറും ഈ കീ ചെയിനും ഇവിടെ കൈപ്പറ്റുമെന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് റിലീസ് ചെയ്ത് സഹായിച്ച പാസ്റ്റർ ബോസ് വർഗീസിനോടും അത് ഏറ്റുവാങ്ങിയ പാസ്റ്റർ ജേസൺ പുലുവിളയോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCCയുടെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഇവിടെ നമുക്കായിട്ട്
ഇതിനുശേഷം നമ്മൾ ഫുഡ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ഫുഡിലും പങ്കാളികളായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പാക്കറ്റ് ഫുഡാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അത് കരസ്ഥമാക്കിക്കൊണ്ട് പോകാവുന്നതാണ്. ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രിസ്മസ് ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു ഇതും കൂടെ ഉണ്ട്. ഈ ഒരു വർഷത്തെ കമ്മിറ്റി കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വർഷത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ളതും കൂടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഈ ഡിസംബർ മാസം 20-ാം തീയതി നമ്മുടെ ജനറൽ ബോഡിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം. ഈ വർഷം നമുക്ക് വളരെ ഞങ്ങളെ കൊണ്ടാവുന്ന നിലയിൽ, വ്യത്യസ്തമാർന്ന നിലയിൽ നമുക്ക് പല പ്രോഗ്രാംസുകളും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ലീഡ് ചെയ്ത ബ്രദർ ജോസ് കെ ജോൺ ഞങ്ങളുടെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചു. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബ്രദർ വിനോദ് ജോർജ്, ട്രഷറർ ആയിരിക്കുന്ന ബ്രദർ ഷിബു ബേബിക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജനീഷ് ജോൺ, അതുപോലെ ജോയിന്റ് ട്രഷറർ ആയിരിക്കുന്ന വിനോദ് തോമസ്, മറ്റുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾക്ക് ഈ ഒരു വർഷം പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. BMCC കൊയറിന് ഇന്നിവിടെ BMCC കൊയർ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടുവാനായിട്ട് ഇടയായി തീർന്നു. ആ കൊയർ ടീം ലീഡ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, സണ്ണി സോളമൻ ആണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് അവരെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ടൊക്കെ പ്രിയ സഹോദരനെ ദൈവം ഇടയാക്കി തീർത്തല്ലോ. ഒപ്പം ഇത് മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുവാനൊക്കെ സഹായിച്ചത് ബ്രദർ സജി കുമാറാണ്, ഞങ്ങളുടെ ഈ വർഷത്തെ BMCC കൊയർ ലീഡർ. തുടക്കം മുതൽ ഈ നിമിഷം വരെ BMCCയുടെ കൊയർ സംബന്ധമായി ഞങ്ങൾക്ക് യാതൊരു ടെൻഷൻസും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ടും ബ്രദർ സജികുമാറിനെ ദൈവം ഇടയാക്കി തീർത്തു. അപ്രകാരം എല്ലാ കമ്മിറ്റി അംഗങ്ങളും വളരെ നന്നായിട്ട് പ്രവർത്തിച്ച് ഒത്തൊരുമയോടെ നിൽപ്പാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതും വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിച്ചുകൊള്ളും. ഇന്നിവിടെ കടന്നു വന്ന, ഞങ്ങളുടെ ക്ഷണപ്രകാരം കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഈ ദൈവദാസന്മാരെല്ലാവരും കടന്നു വന്നു, സംബന്ധിച്ചു. ഞങ്ങൾ തുടക്കം ഒരു പ്രോഗ്രാമായിട്ട് ചെയ്തത് ലീഡേഴ്സ് മീറ്റ് ആണ്. ആ ഒരു ലീഡേഴ്സ് മീറ്റിൽ ദൈവദാസന്മാർ കടന്നു വന്നു. പല നിലകളിലുള്ള അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് ഈ വർഷങ്ങളിൽ പല നിലയിലുള്ള പ്രോഗ്രാംസ് ഒന്നും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. നിങ്ങൾ എല്ലാ ദൈവദാസന്മാരും ഞങ്ങളോട് കാണിച്ച എല്ലാ സപ്പോർട്ടിനും നിങ്ങളോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ വേണ്ടുന്നതായ കൈത്താങ്ങലുകൾ നൽകി തന്നു. എല്ലാ ദൈവദാസന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിക്കുന്നു. ഒപ്പം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരോടും BMCC നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ദൈവത്തിലുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. കമ്മിറ്റി അംഗങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ചർച്ചിലേക്കുള്ള കലണ്ടർ ഇവിടെ അവൈലബിൾ ആണ്. ആ ബോക്സിൽ എടുത്തോടെ പോകാവുള്ളൂ. പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അത് ഓരോരുത്തർക്ക് കൊടുക്കാൻ. എല്ലാവരും ഇന്ന് തന്നെ അത് കളക്ട് ചെയ്തു. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഒരു വാക്കില് ദൈവസന്നിധിയിൽ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം നന്ദി പറയേണ്ടതുമായിട്ടുണ്ട്. പൊതുവിൽ ഞാൻ ഈ സമയം അതിനായിട്ട് വേർതിരിക്കുകയാണ്. This is the day that the Lord has made. Let us rejoice and be glad in it. ഈ യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ വന്ന ഇന്നത്തെ മുഴുവൻ സമയവും നമ്മൾ ആ നിലയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒരുമിച്ച് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രിയ സഹോദരങ്ങളിൽ കൂടെ ഒക്കെ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൂത് പാട്ടിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ ഒക്കെ നമുക്ക് ലഭിച്ച ദൈവവചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഏതാണ്ട് 40 വർഷമായിട്ട് ഞാൻ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദാസനാണ്. ഇതിൽ കൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ വളരെ വലുതാണ്. ഇത് BMCC എന്ന് പറയുന്നത് വലിയൊരു കുടുംബമാണ്. നമ്മുടെ സഭാ ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഒക്കെ വ്യത്യസ്തപ്പെട്ട് മറ്റുള്ള സഹോദരന്മാർ, കുഞ്ഞുങ്ങളോടൊക്കെ ഒരുമിച്ച് ഇടപെടുവാൻ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളോട് ഇടയിലാണ്
പ്രവർത്തിപ്പാൻ തക്കൊണ്ട് ഇടയത്. ആ ഒരു കാര്യം കൊണ്ട് ഇന്ന് ഈ സമൂഹത്തിൽ അനേക ടീനേജേഴ്സിനോടുകൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ, അവരുടെ കൗൺസിലിംഗിലൊക്കെ ഇടപെടുവാൻ തക്കൊണ്ട് എനിക്ക് ഈ ശുശ്രൂഷ മൂലം ഇടയായി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ പ്രിയപ്പെട്ടവരുടെയും ടാലന്റുകൾ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമായി നിങ്ങൾ ഇത് കാണണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. മാത്രമല്ല പ്രിയ സഹോദരന്മാർ, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ സ്ഥലം സഭകളിലുള്ള സഹോദരി സഹോദരന്മാർ ടാലന്റഡ് ആയിട്ട് അല്ലാത്തവരെ ഒക്കെയും അവർ ക്ഷണിക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഈ മീറ്റിംഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് ചില പ്രിയപ്പെട്ടവരെങ്കിലും നിങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കണം. ആ നിലയിലും ഒരുമിച്ച് സന്തോഷിപ്പാൻ ലഭിക്കുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് ചർച്ച് ലീഡേഴ്സ്, ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് പറയുവാൻ കഴിയുന്ന സ്ഥാനത്ത് അങ്ങനെയുള്ളവരെ ഒക്കെയും പറഞ്ഞയക്കുകയും ആ നിലയിൽ നമ്മുടെ ആത്മീയ ബന്ധം കുറെ കൂടെ ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ പ്രാവശ്യത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഈ സമൂഹത്തിന്റെ പേരിൽ, ചർച്ച് ലീഡേഴ്സിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലയുടെ ദൈവസന്നിധിയിൽ വണക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവിടുത്തെ സന്നിധിയിൽ ഉപകാര സ്മരണകളോടെ നന്ദിയോടെ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ തക്കൊണ്ട് അവിടുന്ന് കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. എന്റെ കർത്താവിന്റെ കരുണ ഈ ശുശ്രൂഷയുടെ മേലുണ്ടായിരുന്നല്ലോ, നന്ദിയോട് സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരുടെ താലന്തുകൾ തിരുനാമത്തിന്റെ മഹത്വത്തിനും ദൈവജനത്തിന്റെ ആത്മീയ അഭിവൃദ്ധിക്കും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കുമായിട്ടൊക്കെയും ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം അനേക പ്രിയപ്പെട്ടവർക്കത് അനുഗ്രഹമായി തീർന്നത് കൊണ്ട് സ്തോത്രം. സഭാ ലീഡേഴ്സിനൊക്കെയും കടന്നു വന്ന് അവരുടെ ദൂതുകൾ പൊതുവിൽ സംസാരിപ്പാൻ തക്കൊണ്ടുള്ള സാവകാശം കൊടുത്തുള്ള നന്ദിയോടെ സ്തോത്രം. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, എത്രമാത്രം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞാലും പോരാ, അത്രമാത്രം അത് വലുതായിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തിൽ നന്ദി കരേറ്റ്. പലപ്പോഴും ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഓർക്കാറില്ല. ഞങ്ങൾ ഇപ്പോഴും ഓർത്തതുപോലെ ഈ ആയിരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവെ വലിയ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മാതൃദേശത്ത് ഞങ്ങൾക്ക് കണ്ണുനീർ ഒഴുക്കേണ്ട സമയത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കടന്നു വന്ന് ഓപ്പണായിട്ട് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെയുള്ള അവസരം എന്റെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ വർഷത്തെ ഈ 2025 എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും പ്രസിഡന്റിനെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവർ ദൈവസന്നിധിയിൽ ചെയ്ത ഒരു ശുശ്രൂഷയും വൃഥാമായി പോവുകയില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ദൈവം മാത്രം കർത്താവെ കണക്ക് തീർത്തു കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അടിയങ്ങൾക്ക് കർത്താവെ ഈ ആലയത്തിൽ തന്നിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം. ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള സ്വർഗീയമായിരിക്കുന്ന കൃപകൾ, കർത്താവെ, ആലോചനകളൊക്കെ അവർ നൽകി കൊടുത്ത് തുടർന്നും എന്റെ കർത്താവിന്റെ വരവുകളെല്ലാം ഞങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം കർത്താവെ തുറന്ന് ഇവിടെ ശുശ്രൂഷിപ്പാൻ, കർത്താവെ ആത്മീയമായ ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ തക്കൊണ്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും തുറന്ന് നൽകുവാൻ തക്കൊണ്ട് അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കൂട്ടിക്കൊണ്ട് വന്നതിന്റെ എല്ലാ ജനത്തിനുമായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ആത്മീയ ബന്ധത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ഭൂമിയെ ഞങ്ങൾക്ക് ഈ നിലയിൽ അനുഭവിക്കാനായിട്ട് കഴിയുമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ നിത്യതയിൽ ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇട നൽകുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി മറുപടിയായി തീർന്ന ഞങ്ങളുടെ കർത്താവിനായിട്ട് സ്തോത്രം. അനുദിനം നീ അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. അനുദിനം നീ ഞങ്ങളെ കരുതുന്നതുകൊണ്ട് സ്തോത്രം. ഒരു കുറവ് പോലും വരാതെ വണ്ണം കർത്താവെ കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ നല്ല കർത്താവ് ഞങ്ങളായിരിക്കുന്ന ആളുകളൊക്കെയും കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങളെ സംരക്ഷിച്ച കർത്താവിന് സകല മഹത്വവും മാനവും നന്ദിയും അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അതിന് മുഖാന്തരമായിരിക്കുന്ന ഈ ശുശ്രൂഷ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതും ഭക്ഷിച്ച് തൃപ്തരായിട്ട് തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും
നമ്മെ അനുദിനം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോട് കൂടെയും വിശേഷാൽ BMCC എന്ന വലിയ കുടുംബത്തോടു കൂടെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ.